വിനായകൻ, സുരാജ് വെഞ്ഞാറമൂട് അഭിനേതാക്കൾ എന്ന നിലയിൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ബഹുമാനമുള്ള ആളുകളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അവരിരുവരും ഒരുമിക്കുന്ന ഒരു സിനിമ വരുന്നു എന്നുള്ളത്, പിന്നെ ഇതിൻ്റെ ടീസർ കട്ടായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊമോ കട്ടായിട്ട്, ട്രെയിലറല്ല, അതിന് മുമ്പ് അവർ ഇറക്കിയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും മുഖം കൊണ്ട് ഇങ്ങനെ കടിച്ചു കയറാൻ നിൽക്കുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു സംഭവമാണ്. അതിൽ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തോ ഒന്ന് സിനിമയിലുണ്ട് എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ വളരെ പ്രതീക്ഷകളോടുകൂടിയാണ് ഞാൻ തെക്ക് വടക്ക് എന്ന സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് ചെല്ലുന്നത്. എസ് ഹരീഷ് എഴുതിയ, പ്രേം ശങ്കർ സംവിധാനം നിർവഹിച്ചിട്ടുള്ള സിനിമയാണിത്. സാം സി എസിൻ്റെ സംഗീതമാണ്, സുരേഷ് രാജനാണ് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇതിലെ സംഗീതത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സാം സി എസ് ഒരുക്കിയിട്ടുള്ള സംഗീതം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. അതായത് ഒരു ഡിഫറെൻറ്റ് സംഭവം ഈ സിനിമയിലുണ്ട് എന്നുള്ള അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ. അതായത് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ മാത്രമല്ല, അല്ലെങ്കിൽ കഥ പറച്ചിൽ രീതിയിൽ മാത്രമല്ല, ഈ ഒരു മ്യൂസിക്കൽ പരിപാടികളും അത്യാവശ്യം ഡിഫറൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമ അതിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റിലേക്ക് എത്തുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ വരുന്നൊരു പാട്ടാണ്. ആ പാട്ട് അത്രയും ഇൻറ്റൻസ് ആയിരുന്നു ആൻഡ് പെർഫോമൻസ് വളരെ ഇൻറ്റൻസ് ആയിരുന്നു. ഒരു പക്ഷേ ഈ സിനിമ പറയാൻ ശ്രമിക്കുന്ന കാര്യത്തിൻ്റെ, അല്ലെങ്കിൽ ഈ സിനിമയിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തേണ്ട കാര്യത്തിൻ്റെ അതിൻ്റെ ഏറ്റവും ഒരു കൊടുമുടി സീൻ എന്ന് പറയുന്നത് അത്രയും ഭാഗമാണ്. എന്നെ സംബന്ധിച്ച് ഈ സിനിമയിൽ ഞാൻ എൻജോയ് ചെയ്തു എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഭാഗം അത് മാത്രമാണെന്നും വേണമെങ്കിൽ പറയാം. എന്തായാലും സംഗീതം വളരെ രസമായിരുന്നു. വിഷ്വലും അത്യാവശ്യം രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് പ്രകടനങ്ങളാണ്. വിനായകനാണെങ്കിലും സുരാജ് വെഞ്ഞാറമൂടാണെങ്കിലും അതിഗംഭീര അഭിനേതാക്കളാണ്. എന്ന് വെച്ചാൽ അവരെ ഏത് വേഷത്തിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും, കോമഡി ആണെങ്കിലും വളരെ സീരിയസ് ആണെങ്കിലും, എന്ന് വെച്ചാൽ അത്രയും ഡീപ്പ് ആൻഡ് ഡാർക്കായിട്ടുള്ള സാധനങ്ങളാണെങ്കിലും ഇവർ ഗംഭീരമായിട്ട് ചെയ്യും. അടിപൊളി പെർഫോമേഴ്സാണ്. അപ്പോൾ അവരുടെ പെർഫോമൻസ് മികവിനെ ചലഞ്ച് ചെയ്യുന്ന ഒന്നും തന്നെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവർ കിട്ടിയ വേഷത്തിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് വളരെ രസമായിട്ടാണ്. പ്രത്യേകിച്ച് വിനായകൻ്റെ ക്യാരക്ടർ, അയാൾ രാവിലെ എണീറ്റ് കോടതിയിൽ പോകുന്നത്, ഇയാൾ ഒരാളോട് ഹായ് പറയുന്നത്, അതായത് ഗുഡ് മോർണിംഗ് നമസ്കാരമൊക്കെ പറയുന്നത്, അതൊക്കെ കാണാൻ തന്നെ വേറൊരു സാധനമാണ്. അതായത് വിനായകൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവമാണ് നമ്മൾ കാണുക. അതേപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത്. സുരാജിൻ്റെ അടക്കം എനിക്ക് എടുത്തു പറയണം തോന്നുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിലവരുടെ മേക്കപ്പാണ്. പ്രത്യേകിച്ച് സുരാജിൻ്റെ പല്ലും അതുപോലെ താടിയും മുഖമൊക്കെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ സുരാജ് ഇങ്ങനെ ചരിഞ്ഞ് കിടന്നുറങ്ങുന്ന ഒരു ഷോട്ടിൽ കണ്ടിട്ട് എനിക്കിത് സുരാജ് ആണോ എന്ന് ഞാനിങ്ങനെ ചരിഞ്ഞ് നോക്കി കറക്റ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. കാര്യം അത്രയും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ നോട്ടത്തിലും, അതുപോലെ തന്നെ അവർ ആ വേഷത്തിനെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയിലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയുടെ വളരെ ഡീപ്പായിട്ടുള്ളൊരു എസൻസിലേക്കൊക്കെ വരുന്ന പാട്ട് സീനിലൊക്കെ സുരാജ് വേറെ ലെവലായിരുന്നു. ആൻഡ് കോടതി വ്യവഹാരങ്ങളെക്കുറിച്ച് എന്ന് വെച്ചാൽ ഈ സ്വത്ത് തർക്കം, ഭൂമി തർക്കമൊക്കെ ആയിട്ട് കോടതി പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടക്കും കാലാകാലം, തലമുറകളോളം ഒക്കെ കേസ് നടത്തി പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകും. നമുക്കൊക്കെ പരിചയം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരാളെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ട അറിവോ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെയോ, ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇങ്ങനൊരു കാര്യം ഭാവിയിൽ ചെയ്തേക്കാം. ഇത് തുടങ്ങി വെച്ച് കഴിഞ്ഞ് ഇതിങ്ങനെ ആദ്യം ഒരു ചെറിയ കീഴ്ക്കോടതിയിൽ പോകുന്നു, അവിടുന്ന് ഒരു വിധി കിട്ടുന്നു, അപ്പോൾ അയാൾ നേരെ മേൽക്കോടതിയിൽ അപ്പീലിന് പോകുന്നു, അവിടുന്ന് അടുത്തതിന് പോകുന്നു, ഇങ്ങനെ പോയി ഇത് 30, 40, 50, 60 വർഷങ്ങൾ ഇങ്ങനെ നീണ്ടു കിടക്കും. ആ ഒരു കാര്യത്തിനെ വളരെ രസമായിട്ട് ഇവർ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിനായകനും സുരാജ് വെഞ്ഞാറമൂടും കോടതിയിൽ പോകുമ്പോൾ ഇവർ കോടതിയെക്കുറിച്ച് പറയുന്ന കാര്യം, അവിടെ ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങൾ, ഇവരുടെ ഒരു ബന്ധുവീട്ടിൽ പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരിക്കലും മുടങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണത്. അതിനെ വിമർശനാത്മകമായി ഡീൽ ചെയ്യുന്ന രീതിയുണ്ട്, എന്നാൽ അതേസമയം അതിൽ ഒരുപാട് രസകരമായ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതെനിക്കിഷ്ടപ്പെട്ടു. അടുത്ത കാര്യം വാശിയാണ്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ വളരെ മോശം വാശിയുണ്ടല്ലോ, അതായത് ചത്താലും വിട്ടുകളയില്ല എന്ന് പറയുന്ന പോലത്തെ വാശി. അതിനെ സിനിമ കാണിച്ചിരിക്കുന്ന രീതി, അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിതിലെ വളരെ രസകരമായിട്ടുള്ള, അതായത് രണ്ട് പ്രായമായ ആളുകൾ, രണ്ടുപേരും അവരുടെ വിശ്രമകാലത്തിലേക്ക് അല്ലെങ്കിൽ വാർദ്ധക്യകാലത്തിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളാണ്. കൂട്ടുകാർ മരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അസുഖം വരുന്നു എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയം. ആ ഒരു പ്രായത്തിലേക്ക് 60 ആകുമ്പോഴേക്കും ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വാശി എന്നുള്ള രീതിയിലാണ് ആദ്യം രസകരമായി ഇതൊക്കെ കാണിക്കുന്നതെങ്കിലും പിന്നെ അത് ഒരു തമാശയ്ക്കും അപ്പുറത്ത്, അല്ലെങ്കിൽ ചെറിയൊരു ഇമോഷണൽ സാധനത്തിനും അപ്പുറത്ത് എവിടെയോ നിൽക്കുന്ന ഒരു സാധനമായി സിനിമ അവതരിപ്പിക്കുന്നുണ്ട്. അതും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഹ്യൂമർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഒരു 3-4 ഇടങ്ങളിൽ എനിക്കൊരു ചിരി വന്നിട്ടുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ത്രൂ ഔട്ട് പൊട്ടിച്ചിരിച്ച് കാണാവുന്ന, ഇത് അങ്ങനത്തെ ഒരു ഹ്യൂമർ അല്ല. നമ്മളങ്ങനെ ഒരുപാട് പൊട്ടിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു ഹ്യൂമർ അല്ല. പിന്നീട് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ആ സീൻ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലെ ഒരു പെർട്ടിക്കുലർ സംഭവം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ തിരിഞ്ഞ് ആലോചിച്ച് നോക്കുമ്പോൾ ഇത് മുഴുവൻ നമുക്ക് കണക്റ്റായി വരും. അത് മനസ്സിലാക്കിയിട്ട് കാണണം, അല്ലാതെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റുന്നൊരു സിനിമയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ചിരി വന്ന 3-4 സീനുകളേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഹാഫ് സോങ്, കുറച്ച് സിറ്റുവേഷൻസ്
അതാണ് ഈ സിനിമയുടെ, ഞാൻ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് അത്രയുമാണ്. ഇനി ഇതിൽ നെഗറ്റീവായിട്ട് എന്താണ് ഫീൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഥാപാത്രങ്ങളുമായിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവരുടെ ഈ വാശിയുടെ കാരണം, ഇവരുടെ മക്കൾ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് എന്നുള്ളത്, അതിൻ്റെ എന്തെങ്കിലും ഒരു എലമെൻറ്റുകളോ അല്ലെങ്കിൽ നമുക്കിത് ഫീൽ ചെയ്യണമല്ലോ. ഇവരിൽ ആരെങ്കിലും ഒരാളുമായിട്ട് കണക്ട് ചെയ്യാവുന്ന, എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ ഈ പാലക്കാട് എന്നെഴുതിയ ഒരു ബോർഡ് വെച്ചിട്ടുള്ള ബസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പാലക്കാടാണ് പ്രദേശം, പക്ഷേ ഓരോരുത്തരും ഓരോരോ ഭാഷ സംസാരിക്കുന്ന പോലെയാണ്. അച്ഛനും മകനും ഡിഫറൻ്റ് ആയിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്ന പോലെ പലരും പല ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നതിൻ്റെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ സിനിമയുടെ ദൈർഘ്യം, അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇമോഷണൽ കണക്റ്റ് കിട്ടാതെ, ഒരുപാട് പൊട്ടിച്ചിരിക്കാനും ഇല്ലാതെ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ദൈർഘ്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സും അതിൻ്റെ പ്രെഡിക്റ്റബിൾ ഫാക്ടറും. സിനിമ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഇതിങ്ങനെയാണ് കൊണ്ട് നിർത്താൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷവും അങ്ങോട്ട് ഇങ്ങോട്ട് പോയി പിന്നെ ആ സീനിലേക്കൊക്കെ പോകുമ്പോൾ എനിക്കെന്തോ ഞാൻ സിനിമയിൽ നിന്ന് വളരെ ഡിറ്റാച്ച്ഡ് ആയിപ്പോയി. ആകെ മൊത്തത്തിൽ പ്രകടനങ്ങൾ നല്ലതായിരുന്നു, പക്ഷേ ഇവരുടെ ഏറ്റവും മികച്ചത് എന്നൊന്നും മാർക്ക് ചെയ്യാൻ ഇല്ലാത്ത, സിനിമയെ മൊത്തത്തിൽ മനസ്സിൽ മാർക്ക് ചെയ്തിടാൻ പാകത്തിനുള്ള അങ്ങനത്തെ ഒരു ഫാക്ടർ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലാത്ത, എന്നാൽ കണ്ടിരുന്നപ്പോൾ ബോറടിക്കാതെ തീർത്ത ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവമാണ് എന്നെ സംബന്ധിച്ച് തെക്ക് വടക്ക്. പക്ഷേ അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചതിന് ശേഷം സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.